എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പാർട്ടി മെനുവിൻ്റെ കുറച്ച് റെസിപ്പീസുമായിട്ടാണ്. മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു ഡിന്നർ പാർട്ടി മെനു ആണ്. ഇതിനു മുൻപ് നമ്മളൊരു ക്രിസ്മസ് പാർട്ടി മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കേറ്ററിംഗ് മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാനുള്ള കേക്ക് ഉണ്ടാക്കി വെച്ചു. സിമ്പിളായിട്ടുള്ളൊരു വാനില സ്പോഞ്ച് കേക്കായിരുന്നു വിത്ത് സ്ട്രോബെറീസ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാനുള്ള ഡെസേർട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതൊരു ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ തലേദിവസം തന്നെ ഉണ്ടാക്കി ട്രെയിലാക്കി സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. 2 ഫാമിലി, അതായത് ഒരു 8 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അളവിലാണ് ഞാൻ കാണിക്കുന്നത്. 8ൽ കൂടുതൽ പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ വഴിയെ പറയുന്നതാണ്. അപ്പോൾ ടെൻഡർ കോക്കനട്ട് പുഡിങ് തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് കുറച്ച് റാസ്ബെറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡിന്നർ പാർട്ടി ആയതുകൊണ്ട് തലേദിവസം ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്ത് വെച്ചില്ല. ജസ്റ്റ് ഈ ഒരു പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 300 ഗ്രാം പ്രോൺസ് ഉണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് ക്ലീൻ ആക്കിയതിന് ശേഷമുള്ളതാണ്. ഇത് ഫ്രോസൺ ആണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൊടികളെല്ലാം ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാണ്. അപ്പോൾ പ്രോൺസ് ഇങ്ങനെ ഫ്രൈ ചെയ്തെന്ന് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. അപ്പം നമ്മളിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാണ്. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവസാനം ഇതിലേക്ക് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂൺ കോൺഫ്ലോർ, നല്ലൊരു ക്രിസ്പി ആയിട്ട് നമ്മുടെ പ്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാനിതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടില്ല എന്നുള്ളത്. പിന്നെ എടുത്തിട്ട് വീണ്ടും നമ്മൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു. ഇത് കൂടാതെ ഞാൻ അപ്പത്തിനുള്ള മാവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് അപ്പത്തിനുള്ള മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കരിക്കൊക്കെ ചേർത്തിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ഇത് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെക്കും. അവർ വരുന്നതിന് തൊട്ട് മുന്നായിട്ട് അപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന ദിവസം നമുക്ക് ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡും തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫുഡും നമ്മുടെ ഫുഡും എല്ലാം കൂടെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നമ്മളാകെ ടയേർഡായി പോകും. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും ദോശമാവ് അല്ലാന്നുണ്ടെങ്കിൽ അപ്പം മാവ് ഏതെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോക്ക് കാണും. അപ്പം രാവിലെ നമ്മൾ ദോശ ആണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പത്തിന് മാവ് മിക്സ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചു. ഇനി നമുക്ക് ചിക്കനൊക്കെ ഞാൻ രാവിലെ തന്നെയാണ് കട്ട് ചെയ്തത്. തലേദിവസം കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, കാരണം വൈകിട്ടാണ് പ്രോഗ്രാം. അപ്പോൾ നമ്മളിവിടെ 1/600 വരുന്നൊരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ കിട്ടും. അതുപോലെ നമ്മൾ ചിക്കൻ കട്ട് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. കട്ട് ചെയ്യുന്ന ഓരോ ഭാഗത്തിൻ്റെ സ്കിന്നങ്ങ് റിമൂവ് ചെയ്തിട്ട് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് മലബാർ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എരിവ് വെച്ചിട്ടുള്ള കറികളല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ അത്യാവശ്യത്തിന് എരിവും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മലബാർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫേസ്ബുക്കിലും ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിയും റെഡിയാക്കി വെച്ചു. അപ്പോൾ ചിക്കൻ കറി വെക്കുന്ന സമയം കൊണ്ട് രാവിലെ നമ്മൾ ദോശയും ചമ്മന്തിയും തലേദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ബുൾസയും കൂടെ ആക്കിയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇനി നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ്. മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടകൾ നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ കഴുകിയിട്ടിടുകയാണെന്നെങ്കിൽ മുട്ട പൊട്ടില്ല. എല്ലാ മുട്ടകളും പാത്രത്തിൽ വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ മുട്ട പൊട്ടാതെ കിട്ടും. നന്നായിട്ട് കഴുകിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം.
ഒരു 8-9 മിനിറ്റ് പുഴുങ്ങിയാൽ മതി. ഒരുപാട് നേരം പുഴുങ്ങിയാൽ മുട്ടയുടെ വൈറ്റ് ഭാഗം നല്ല ഹാർഡായി പോവും. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ ഒരുപാട് നേരം പുഴുങ്ങണമെന്നില്ല. നന്നായിട്ട് തിളച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിലിട്ട് തോട് പൊളിച്ചെടുക്കുക. ഇനി ബട്ടർ എഗ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വരുന്നൊരു കറിയാണ്. ഇതും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഒരു ബീഫ് ഡ്രൈ ഫ്രൈ എടുക്കുന്നുണ്ട്. നോൺ വെജിറ്റേറിയൻസിന് ബീഫ് ഡ്രൈ ഫ്രൈയും അതുപോലെ വെജിറ്റേറിയൻസിന് നമ്മൾ ഗോബി ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. ബീഫ് ഡ്രൈ ഫ്രൈ എന്ന് പറയും. പിന്നെ നമ്മുടെ വിരുന്നുകാരുടെ കൂട്ടത്തിൽ ഒരാൾ മുട്ടയും മീനും മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റേറിയൻ സ്റ്റാർട്ടറായിട്ടുള്ള ഗോബി ഫ്രൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും നമ്മുടെ ഹിറ്റ് റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ് ഓരോ റെസിപ്പിയുടെയും. അപ്പോൾ ഇതൊക്കെ ഞാൻ അവർ വരുന്നതിന് അടുപ്പിച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോബി ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ ഞാൻ പ്രോൺസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബീഫ് നമ്മൾ വേറെ എണ്ണയിലാണ് ഫ്രൈ ചെയ്തത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. നമ്മുടെ നാടൻ ഫ്രൈഡ് റൈസ്. നമ്മൾ അടുക്കള കാണാൻ പോകുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചധികം വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുഴുവനുള്ള ഗരം മസാലകൾ ചേർക്കുകയാണ്. ഒരു തക്കോലം, 4 ഗ്രാമ്പൂ, 4 ഏലക്ക, പിന്നെ ബേ ലീഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് പട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് കൂടുതൽ ഉപ്പിടുക. അപ്പോഴാണ് കറക്റ്റായിട്ട് ഉപ്പ് ചോറിൽ കിട്ടുന്നത്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് 3 ഗ്ലാസ് ബസ്മതി അരിയാണ് നന്നായിട്ട് കഴുകി അരമണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന ബസ്മതി അരി ഇതിലേക്ക് ചേർക്കുകയാണ്. അരി കുതിർത്തിട്ട് തന്നെ ചേർക്കണം. അപ്പോഴാണ് ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു മയമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാരറ്റും ഒരു പിടി ബീൻസും പിന്നെ പൈനാപ്പിളും ഒക്കെ വേണം. അതൊക്കെ അരിഞ്ഞ് വെച്ചു. കുറച്ച് എണ്ണ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടെ ചേർക്കാവുന്നതാണ്. ഞാനതിൽ എരിവ് ഇപ്പോൾ ചേർക്കുന്നില്ല. കനം കുറച്ച് നീളത്തിലാണ് ബീൻസും ക്യാരറ്റും ഒക്കെ അരിഞ്ഞെടുക്കേണ്ടത്. ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിനി ഇത് ദം ചെയ്തെടുക്കുമ്പോൾ ബാക്കി എന്തെങ്കിലും വേവാനുണ്ടെങ്കിൽ അത് വെന്തോളും. നമ്മൾ ഒരുപാട് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് വേറൊരു കളറായി പോകും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതേസമയം നമ്മുടെ അരിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 90% വേവായിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ താഴെ ഒരു ലെയർ റൈസ് കൊടുക്കുകയാണ്. നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം താഴെ ഒരു ലെയർ റൈസ് ഒന്ന് ലെവൽ ചെയ്തു. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ബീൻസും ക്യാരറ്റ് പിന്നെ കാഷ്യൂ നട്ട്സും റൈസിൻസും കുറച്ച് മല്ലിയിലയും കൂടെ ലെയർ ചെയ്യുക. കുറച്ച് ഫ്രൈഡ് ഒണിയനും അതുപോലെ പൈനാപ്പിൾ ഫ്രഷ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും റൈസ്. ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ പാത്രം അരി തീരുന്നവരെ ഇതേപോലെ ചെയ്യാം. അങ്ങനെ മുഴുവനും നമ്മളിപ്പോൾ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. ഒരുപാട് ദം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു പൈനാപ്പിളൊക്കെ അങ്ങ് വെന്ത് പോവും. അതിൻ്റെയൊക്കെ മണവും വരണമെങ്കിൽ ഒരു 10 മിനിറ്റ് ചെയ്താൽ മതി. ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് ഇത് ദം ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്. പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവനിൽ വെച്ചിട്ടാണ് 10 മിനിറ്റ്. ഇനി നമുക്ക് അപ്പമൊക്കെ ചുട്ടെടുക്കാം. ഞാൻ അവർ വരുമ്പോഴല്ല അപ്പം ചുടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ ചുട്ടിട്ട് വരുമ്പോഴത്തേക്കൊന്ന് ചൂടാക്കി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. വെള്ളയപ്പമായിട്ടാണ് നമ്മൾ ചുടുന്നത്. മറിച്ചിട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അടച്ച് വെച്ച് വേവിക്കാം.
കരിക്ക് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും നല്ല സോഫ്റ്റ്നെസ്സിലും അപ്പം വന്നിട്ടുണ്ട്. നമ്മുടെ വിരുന്നുകാരെ മാക്സിമം നമ്മുടെ രീതിയിലുള്ള ഫുഡ് കഴിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എല്ലാം നാടൻ സ്റ്റൈലിലുള്ള ഫുഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അപ്പവും അവിടെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ തൈരും എടുക്കുന്നുണ്ട്, യോഗട്ടാണ്. അപ്പോൾ ഇത് അവർ വരുന്ന ആ ഒരു സമയത്ത് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഇതൊരു വേറെ ടേസ്റ്റ് ആയിപ്പോൾ. അപ്പം വരുന്ന ആ സമയത്ത് ചെയ്താൽ മതി. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 7 മണി സമയമൊക്കെ ആയിട്ടുണ്ട് വൈകിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും ഞാനൊരു പാത്രത്തിലേക്ക് പകർന്നു വെച്ചു. അതുപോലെ തന്നെ നമ്മൾ ദം ചെയ്ത് വെച്ച ആ ഒരു ഫ്രൈഡ് റൈസും എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് ആയിരുന്നു എല്ലാം. സ്റ്റാർട്ടറായാലും മെയിൻ കോഴ്സ് ആയാലും കറി ആയാലും ഒരു നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് നമ്മുടെ കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് കട്ട് ചെയ്യാൻ നേരം മുത്ത് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ബർത്ത്ഡേ വിഷാണ് പുള്ളിക്കാരി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്ന് കണ്ടാണെന്ന് എനിക്കറിയില്ല. ഏതോ കാർട്ടൂണിൽ നിന്ന് കണ്ടതാണെന്ന് തോന്നുന്നു. നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നതല്ല, പുള്ളിക്കാരി തന്നെ ചെയ്യുന്നതാണ്. ഒരു 5 മിനിറ്റിന് മേലെ ഉണ്ടായിരുന്നു പ്രാർത്ഥന. ഞങ്ങളൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി ക്യാൻഡിൽ ഊതിയത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി മെനു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്